രണ്ട് ആടുകളെ തമ്മിലടുപ്പിച്ച് അതിനു സമീപം വായിൽ വെള്ളമിറക്കി നിന്ന കുറുക്കന്റെയും ആടുകളുടെയും കഥ ചെറിയ ക്ലാസ്സിൽ എവിടെയോ പഠിച്ചതായി ഓർക്കുന്നുണ്ട്. ആടുകൾ പരസ്പരം പോരടിക്കുകയും അതിലൊരെണ്ണം ചത്തു വീഴുമ്പോൾ തിന്നാനും വേണ്ടിയാണ് കുറുക്കൻ കാത്തുനിന്നത്. ഒടുവിൽ അത് മനസ്സിലാക്കിയ ആടുകൾ കുറുക്കന് നേരത്തെ തിരികെയും കുറുക്കനെ ഇടിച്ചു കൊല്ലുകയാണ് ചെയ്തത്. കഴിഞ്ഞ ദിവസം LDFന്റെ സംസ്ഥാന സമ്മേളനത്തിൽ നിന്നും പത്മകുമാർ ഇറങ്ങിപ്പോയപ്പോൾ മത്സരിച്ച് തങ്ങളുടെ പാർട്ടിയിലേക്ക് കയറ്റാൻ വന്ന കോൺഗ്രസിനെയും BJPയെയും കണ്ടപ്പോൾ ഈ കഥയാണ് ഓർമ്മ വന്നത്. ഒരു അവസരം നോക്കി ഇരിക്കുകയായിരുന്നു ഈ മഹാന്മാർ. ഈ ഒരു ശുഷ്കാന്തി സ്വന്തം പാർട്ടിയിലുള്ള നേതാക്കൾ പോരടിക്കുമ്പോഴും തമ്മിൽ ചെളി വാരി എറിയുമ്പോഴും കാണിച്ചിരുന്നെങ്കിൽ ആളുകൾ ഇങ്ങനെയിട്ട് അലക്കില്ലായിരുന്നു ഇവരെ. അതങ്ങനെയല്ലേ? ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേല് എന്നാണല്ലോ. മനുഷ്യന്മാരെ, പത്മകുമാറും പാർട്ടിയും തമ്മിലുള്ളത് ചുമ്മാ ഒരു സൗന്ദര്യപ്പിണക്കം മാത്രമാണ്. അതിലപ്പുറം പിരിഞ്ഞിരിക്കാനോ ഒറ്റപ്പെടുത്താനോ സഖാക്കൾക്ക് കഴിയില്ല. അല്ലാതെ ഒരേ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് ഒരേ പാർട്ടിക്കുള്ളിലെ നേതാക്കളെ പരസ്പരം ചെളി വാരി എറിയാനും അത് കണ്ട് മറ്റുള്ളവർ ചിരിക്കുന്നത് കാണുമ്പോൾ കോമാളിച്ചിരി ചിരിക്കാനും ഒന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർക്ക് കഴിയില്ല. പാർട്ടി നല്ല അച്ചടക്കത്തോടു കൂടിയാണ് ഇവരെ വളർത്തുന്നത്. പാർട്ടിക്കാണ് അവിടെ ഫസ്റ്റ് പ്രയോറിറ്റി, അല്ലാതെ നിങ്ങളെ പോലെ വ്യക്തികൾക്കല്ല. അതുകൊണ്ട് മാത്രമാണ് പത്മകുമാർ സോഷ്യൽ മീഡിയയിൽ കുറിച്ച പോസ്റ്റ് നിമിഷങ്ങൾക്കകം തന്നെ സ്വയം ഡിലീറ്റ് ചെയ്തത്. പത്മകുമാറിന് കഴിവില്ലാത്തതോ അഭിപ്രായമോ ഒന്നുമല്ല അദ്ദേഹത്തെ സംസ്ഥാന സമിതിയിലേക്ക് തിരഞ്ഞെടുക്കാത്തതിന്റെ കാരണം. പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കുക എന്നതുകൊണ്ട് മാത്രമാണ് വീണ ജോർജിനെ പരിഗണിച്ചത്. അത് പിന്നീട് പത്മകുമാറിന് മനസ്സിലാവുകയും ചെയ്തു. അതുകൊണ്ടാണ് അദ്ദേഹം ആ പോസ്റ്റ് പിൻവലിച്ചത്. ചോര കുടിക്കാനുള്ള വെപ്രാളത്തിൽ ചെന്നായ്ക്കൾ അതൊന്നും കണ്ടിട്ടില്ലായിരുന്നല്ലേ. കഴിഞ്ഞ ദിവസത്തെ സമാപന സമ്മേളനത്തിൽ നിന്നുമാണ് പത്മകുമാർ ഇറങ്ങിപ്പോയത്. സീനിയോറിറ്റി മറികടന്ന് ജൂനിയർ നേതാക്കളെ സംസ്ഥാന സമിതിയിൽ എടുത്തതാണ് പത്മകുമാറിന് വേദനയായി മാറിയത്. തുടർന്ന് ചതിവ്, വഞ്ചന, അവഹേളനം, 52 വർഷത്തെ ബാക്കി പത്രം, ലാൽ സലാം എന്നൊരു പോസ്റ്റും സോഷ്യൽ മീഡിയയിൽ ഇട്ടു. പ്രൊഫൈൽ ചിത്രമായി നിരാശയുടെ കാറിലിരിക്കുന്ന ചിത്രവും പോസ്റ്റ് ചെയ്തിരുന്നു. സമ്മേളനത്തിൽ പത്തനംതിട്ട ജില്ലയിലെ പ്രതിനിധികളിൽ ഒരാളായിരുന്നു പത്മകുമാർ. 1983 പത്തനംതിട്ടയിൽ ആദ്യ ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചത് മുതൽ പത്മകുമാർ അംഗമായിരുന്നു. 36 വർഷമായി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമാണ്. കോന്നിയിൽ നിന്ന് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുമുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാണ്. പിണറായി പക്ഷത്തിന്റെ ശക്തനായ വക്താവായിട്ടാണ് പത്മകുമാർ നിലകൊണ്ടിരുന്നത്. ഇത്തവണ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടവരിൽ ഒരാളുമായിരുന്നു പത്മകുമാർ. സംഭവം അറിഞ്ഞതോടുകൂടി ചെന്നായ്ക്കൾ ഓടിയെത്തി. മുതിർന്ന നേതാവിനെ സ്വാഗതം ചെയ്ത് കോൺഗ്രസും BJPയും രംഗത്തെത്തി സംഭവം പൊഴിപ്പിക്കാൻ നോക്കിയെന്ന് പറയുന്നതായിരിക്കും ശരി. പത്മകുമാർ ഇപ്പൊ വന്നാൽ അപ്പൊ തന്നെ കൊണ്ടുപോകുന്ന ആദ്യം പറഞ്ഞത് BJP പത്തനംതിട്ട ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരൂർ പ്രദീപാണ്. മറ്റു കാര്യങ്ങൾ പാർട്ടി സംഘടനാ തലത്തിൽ തീരുമാനിക്കുമത്രേ. അപ്പോഴേക്ക് പത്മകുമാറിനെ കൊണ്ടുപോകാൻ ടാക്സി ഏർപ്പാടാക്കി കഴിഞ്ഞിരുന്നു DCC പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ. എല്ലാവരും കാത്തിരിക്കുകയുള്ളൂ. LDFനെ നയിക്കാൻ ഇരട്ടച്ചങ്ങൻ ഉള്ളിടത്തോളം കാലം നിങ്ങളുടെ ഒരു കുത്തിത്തിരിപ്പും നടക്കാൻ പോകുന്നില്ല.